എത്ര മുന്നറിയിപ്പ് നൽകിയാലും ലോൺ ആപ്പിലൂടെ വായ്പയെടുത്ത് കുടുങ്ങുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. കടുത്ത നിബന്ധനകൾ, കൂടിയ പലിശ നിരക്ക് എന്നിവയൊന്നും തിരക്കിട്ട് വായ്പയെടുക്കുന്നവർ ശ്രദ്ധിക്കാറില്ല. ഇത്തരക്കാരെ ലക്ഷ്യം വെച്ചാണ് ഡിജിറ്റൽ വായ്പകൾ നൽകുന്ന ആപ്പുകളും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒക്കെ തഴച്ചു വളരുന്നത്. ഇനി ലോൺ ആവശ്യപ്പെട്ടില്ലെങ്കിലും വായ്പ വേണോ എന്ന് ചോദിച്ച് ഉപയോക്താക്കളെ ഫോണിലൂടെയോ ഓൺലൈനിലൂടെയോ സമീപിച്ചേക്കാം. അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയാലുള്ള അപകടം പലരും തിരിച്ചറിയാറില്ല. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദ് ആത്മഹത്യ ചെയ്തത് ലോൺ ആപ്പിൻ്റെ ചതിയിൽപ്പെട്ടാണ്. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതും നിരന്തരമുള്ള ഭീഷണിയുമാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്തത്. എന്താണ് ആനന്ദിന് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പണം വായ്പ വേണോ എന്ന് ചോദിച്ച് നിങ്ങൾക്കിടയ്ക്ക് ഫോൺ കോളുകൾ വരാറുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ കാണാറുണ്ടോ? സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ യാതൊരു ഈടുമില്ലാതെ പണം കടം കിട്ടുമെന്ന് കണ്ടാൽ അറിയാതെ ചിലർ വായ്പ എടുത്തു പോകുമല്ലേ? ഇങ്ങനെ ലോൺ ആപ്പുകൾ വഴി പണം എടുത്താലുള്ള അപകടത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ വലിയ തോതിലുള്ള ഉപദ്രവം നേരിടേണ്ടി വരും. ബ്ലാക്ക് മെയിലിംഗ്, ഭീഷണി, സമ്മർദ്ദം, അങ്ങനെ പല അപകടങ്ങളും ഇവിടെ പതിയിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദിൻ്റെ ആത്മഹത്യ ലോൺ ആപ്പിൻ്റെ ചതിക്കുഴിയെ തുടർന്നാണ് പരാതി. ആനന്ദിൻ്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പരാതിയുണ്ട്. ആസിഡ് കഴിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് യുവാവിൻ്റെ മരണം സംഭവിച്ചത്. ആര്യനാട് പറണ്ടോട് സ്വദേശിയാണ് മരിച്ച ആനന്ദ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓൺലൈൻ വഴി ആനന്ദ് ലോണിന് അപേക്ഷ നൽകിയിരുന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനായി അക്കൗണ്ട് വിവരങ്ങളും ഒപ്പം ഫോട്ടോയും അപ്ലോഡ് ചെയ്തു. വൈകാതെ ഫോണിലേക്ക് ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ വന്നു. നിരവധി നമ്പറുകളിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ഫോൺ കോളുകളും എത്തി. ഇതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആനന്ദിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു. പൈസ ചോദിച്ചെന്നൊക്കെ പറയണേ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു. അതേസമയം ആനന്ദ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഉടമയ്ക്കും ആത്മഹത്യയിൽ പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സ്ഥാപനത്തിനടുത്ത് വെച്ച് ആസിഡ് കഴിച്ച ആനന്ദിനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകിയെന്നും കുടുംബം ആരോപിച്ചു. ഈ 2 മാസം ഒരു കടയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, 1 വർഷം കൊണ്ട് 1-2 വർഷം കൊണ്ട് ടയർ കടയിലും പോകണം. ഈ ടയർ കടയിൽ അമ്മമാരായിട്ട് ചെറിയ വിഷയമായി. അടുത്ത് വന്ന് 1-ാം തീയതിയിലാണ് ചെല്ലാൻ പറഞ്ഞു. ഈ മാസം 1-ാം തീയതിയിലാണ്. അപ്പോൾ ഞാൻ മക്കളെ പോകണ്ട, നമുക്ക് വേറെ ഞാൻ എന്തെങ്കിലും സെറ്റായി തരാം എന്ന് പറഞ്ഞു ഇറങ്ങി. 1-ാം തീയതിയിലന്ന് ഞായറാഴ്ചയാണ്, അന്ന് പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ച തൊട്ട് പോകണം. 4-ാം തീയതിയിലാണ് ഈ സംഭവം. ഇവൻ അമ്മ കടയിൽ നിന്നിട്ട് ഒന്ന് പോയിട്ട് ഇവൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ആനന്ദിന്റെ ബന്ധുക്കളുടെ മൊബൈലിലേക്കും മോർഫ് ചെയ്ത ചിത്രങ്ങൾ വന്നു. തുടർന്ന് ബന്ധുക്കൾ ആനന്ദിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ ചിത്രങ്ങൾ കണ്ടെത്തിയത്. ആനന്ദിന്റെ ആത്മഹത്യയിൽ ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ വന്ന വാട്സ്ആപ്പ് നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ആര്യനാട് പുളിമൂടുള്ള ടയർ കടയിലെ ജീവനക്കാരനായിരുന്നു ആനന്ദ്. ഷോപ്പിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് ആസിഡ് കഴിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയത്. മാർച്ച് 6 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുകാരെ ഉപദേശിച്ച് നടക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും മോട്ടിവേഷണൽ സ്പീക്കർമാരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ. പുറമേ കാണുന്നത് പോലെ ആകില്ല പലരുടെയും തനി സ്വഭാവം. ഉപദേശത്തിൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും മറവിൽ പല വൃത്തികേടും കാട്ടുന്നവരുണ്ട്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് പമ്പാട് പോക്സോ കേസിൽ കുടുങ്ങിയതോടെയാണ് ഇതുപോലുള്ള പകൽമാന്യന്മാരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. തൊട്ടു പിന്നാലെ കണ്ണൂരിൽ മോട്ടിവേഷൻ സ്പീക്കറായ റിട്ടയർഡ് അധ്യാപകൻ ഷാജുവും പോക്സോ കേസിൽ പിടിക്കപ്പെട്ടു. ഈ ഷാജു ഒരാളെ മാത്രമല്ല പീഡിപ്പിച്ചത്,
കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഇയാൾക്കെതിരെ പുതിയൊരു കേസ് കൂടി. കൗൺസിലിങ്ങിനായി എത്തിയ 17-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഷാജുവിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തി. കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് മുഴക്കുന്ന് പോലീസ് കേസെടുത്തത്. കോട്ടയം പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി നൽകിയ പരാതി ഇരുട്ടി മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. കൗൺസിലിങ്ങിനായി സമീപിച്ചപ്പോൾ 2 തവണ ഷാജു ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് കുട്ടിയുടെ പരാതി. ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പളായ ഷാജു വിരമിച്ചതിന് ശേഷം ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സ്റ്റേറ്റ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചു വരികയാണ്. 4 മാസങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ കേസിനാസ്പദമായ സംഭവം നടന്നത്. കൗൺസിലിങ്ങിനായി എത്തിയ 17-കാരിയോട് മോശമായ രീതിയിൽ പെരുമാറിയെന്ന പരാതിയിലാണ് കഴിഞ്ഞ മാസം 23-ന് ഷാജുവിനെ മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2ാമത്തെ പരാതിയിൽ പോലീസ് കണ്ണൂർ ജയിലിലെത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ഷാജി സമൂഹ മാധ്യമങ്ങളിലും മറ്റും സ്ഥിരമായി മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്തിരുന്നു. കണ്ണൂരിലും മറ്റു ജില്ലകളിലും ഉൾപ്പെടെ സ്കൂളുകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നയാളാണ് ഷാജി. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ കൊടുംകുറ്റവാളി ചെന്താമര നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പേടി സ്വപ്നമാണ്. അയാൾ ജയിലിനകത്താണെങ്കിലും പുറത്തിറങ്ങിയാൽ ആരെയും കൊല്ലാൻ പോലും മടിക്കില്ല. അതിനാൽ തന്നെ കോടതിയിൽ സാക്ഷി പറയാൻ പോലും പലരും ഭയപ്പെടുന്നു. അതുകൊണ്ടാകാം വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികളിൽ ചിലർ കോടതിയിൽ കൂറുമാറിയത്. ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണൻ, സഹോദര ഭാര്യ രമ, അയൽവാസി പൊന്നുകുട്ടി എന്നിവർ കോടതിയിൽ മൊഴി മാറ്റിപ്പറഞ്ഞത് പ്രോസിക്യൂഷന് തിരിച്ചടിയാണ്. കൊലപാതകത്തിന് തലേ ദിവസം ചെന്താമര തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന മുൻമൊഴി സഹോദരൻ കോടതിയിൽ നിഷേധിച്ചു. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണയ്ക്കിടെയാണ് പ്രധാന സാക്ഷികളുടെ കൂറുമാറ്റം. ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണൻ, രാധാകൃഷ്ണന്റെ ഭാര്യ രമ, അയൽവാസി പൊന്നുകുട്ടി എന്നിവരാണ് കോടതിയിൽ മൊഴി മാറ്റിയത്. കൊലപാതകത്തിന് തലേദിവസം ചെന്താമര തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് നേരത്തെ നൽകിയ മൊഴി സഹോദരൻ രാധാകൃഷ്ണൻ കോടതിയിൽ നിഷേധിച്ചു. രമയും പൊന്നുകുട്ടിയും പോലീസിന് നൽകിയ മൊഴികളിലെ പല ഭാഗങ്ങളും വിചാരണവേളയിൽ മാറ്റിപ്പറഞ്ഞു. ഇതോടെ ഈ 3 സാക്ഷികളെയും കൂറുമാറിയവരായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ജനുവരി 27-നായിരുന്നു പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. നേരത്തെ നടന്ന സജിത വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയത്. സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ട്രെയിൻ യാത്രക്കിടെ പല ദുരന്തങ്ങളും അപകട മരണങ്ങളും സംഭവിക്കാറുണ്ട്. അബദ്ധത്തിൽ കാൽ വഴുതി വീണും അല്ലാതെ സഹയാത്രക്കാർ അപായപ്പെടുത്തിയും അപകടങ്ങളുണ്ടാകാം. പല കേസുകളും ആരും അറിയാതെ സ്വാഭാവിക മരണമായി മാത്രമേ എഴുതലാറുണ്ട്. എന്നാൽ പാലക്കാട് കാഞ്ഞിരക്കടവ് റെയിൽവേ മേൽപ്പാലത്തിന് താഴെ യുവാവിനെ ട്രെയിനിൽ നിന്നും വീണു മരിച്ചതിനെ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ദിണ്ടിഗൽ സ്വദേശി മുകേഷിനെ സഹയാത്രക്കാരൻ ട്രെയിനിൽ നിന്നും ചവിട്ടി തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് വിവരം. പ്രതിയുടെ മകളുമായി സംസാരിച്ചതിൻ്റെ ദേഷ്യത്തിൽ ചവിട്ടി താഴെയിടുകയായിരുന്നു. ഇരുവരും അയൽവാസികളും സുഹൃത്തുക്കളുമാണെന്ന് പോലീസ് പറയുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കാഞ്ഞിരക്കടവ് പുഴയുടെ സമീപത്തെ ചതുപ്പിൽ 22-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി ആർ മുകേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടരന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. മുകേഷിനൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന അയൽവാസിയും സുഹൃത്തുമായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മംഗളൂരുവിൽ റബ്ബർ തോട്ടത്തിൽ തൊഴിലാളികളാണ് ഇരുവരും. കണ്ണൂർ യശ്വന്ത്പുര എക്സ്പ്രസിൽ സഞ്ചരിക്കവെയാണ് കൊലപാതകം.
സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഞായറാഴ്ച രാത്രി 10:30-യോടെ ട്രെയിൻ കാഞ്ഞിരക്കടവ് മേൽപ്പാലത്തിലെത്തിയപ്പോഴാണ് സംഭവം. പ്രതിയായ യുവാവും ഇയാളുടെ ഭാര്യയും മകളും ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. മകളെ ബർത്തിൽ കാണാതെ വന്നതോടെ യുവാവ് അന്വേഷിച്ചെന്നപ്പോൾ ഇരുവരും ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടു. ഈ ദേഷ്യത്തിൽ മുകേഷിനെ ചവിട്ടി തള്ളിയിട്ടതായാണ് പ്രതിയുടെ മൊഴി. ട്രെയിൻ കോയമ്പത്തൂരിലെത്തിയപ്പോൾ ഈ യുവാവ് തന്നെയാണ് ഒപ്പം യാത്ര ചെയ്തിരുന്ന മുകേഷിനെ കാണാനില്ലെന്ന് കാട്ടി റെയിൽവേ പോലീസിൽ പരാതി നൽകിയത്. മുകേഷിന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ കസ്റ്റഡിയിലെടുത്തു നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. നേരത്തെ ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 പാലക്കാട്. ബാലമന്ദിരങ്ങളിലെയും അനാഥാലയങ്ങളിലെയും കുട്ടികൾ സമൂഹത്തിൽ ഏറ്റവും കരുതലും പരിഗണനയും ആവശ്യമുള്ളവരാണ്. എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട, ഗതികേട് കാരണം സർക്കാരിൻ്റെ തണലിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല അഗതി മന്ദിരങ്ങളും അവർക്ക് കണ്ണീരും വേദനയുമാണ് സമ്മാനിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ട്രൈബൽ ഹോസ്റ്റലിലെ അന്തേവാസികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതാണ് ഒടുവിലത്തെ സംഭവം. അമ്പൂരി എസ് ജ്യോതിസ് ഭവനിലെ അന്തേവാസികളെ ഹോസ്റ്റൽ അധികൃതർ മർദ്ദിച്ചതാണ് പരാതി. എന്നാൽ ആരോപണം ഹോസ്റ്റൽ അധികൃതർ നിഷേധിച്ചു. ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 16 പേരാണ് അമ്പൂരി എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി മർദ്ദിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ആൻറ്റി ആണെങ്കിൽ അവളെ തലമുടി കുത്തിപ്പിടിച്ചിടിക്കുന്നത് കണ്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ ആൻറ്റീനെയും അതിൻ്റെ കൂട്ടുകാരിയും പിടിച്ച് മാറ്റുന്നതിനിടയിലാണ് ആൻറ്റി എൻ്റെ ചെവി ചേർത്ത് അടിക്കുന്നത്. അതിൽ തന്നെ എൻ്റെ കാതിൽ നിന്ന് ബ്ലഡൊക്കെ വരുമായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഫെബ്രുവരി 28-ന് കള്ളിക്കാട് സ്വദേശിയായ +2 വിദ്യാർത്ഥിനി വീട്ടിൽ പോയിരുന്നു. 4-ാം തീയതി തിരികെ എത്തിയപ്പോൾ തന്നെക്കുറിച്ച് മോശമായ ചില ആരോപണങ്ങൾ ഹോസ്റ്റലിലെ ജീവനക്കാരി ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞതായി സഹപാഠികൾ പെൺകുട്ടിയെ അറിയിച്ചു. തുടർന്ന് ഈ വിവരം ചോദിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. 16-കാരിയെ ജീവനക്കാരി മർദ്ദിക്കുന്നത് കണ്ടാണ് സഹപാഠികളായ മറ്റ് 2 പേരും എത്തിയത്. ഇവരെയും ജീവനക്കാരി മർദ്ദിച്ചതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ശീലെന്ന് പറഞ്ഞ ആൻറ്റി ആണെങ്കിൽ വളരെ മോശമായിട്ട് തെറി വിളിക്കുകയും എൻ്റെ അമ്മയെ പറയുകയും ചെയ്തു. എൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോഴും ഞാൻ തിരിച്ച് പറഞ്ഞതിനെ തുടർന്ന് അവരെന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. എൻ്റെ തല പിടിച്ച് ചുമലടിക്കുകയും കർണക്കുത്തി നോക്കി അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട് എൻ്റെ കൂട്ടുകാരിമാർ വന്ന് പിടിച്ചു. അവർ വന്ന് പിടിച്ചപ്പോൾ അവരെ അടിക്കുകയും അതിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചെവിയിൽ നല്ല പരിക്കേൽക്കുകയും ബ്ലഡ് വരികയും ചെയ്തു. കുട്ടി വരുമ്പോൾ ഡോർ സിസ്റ്റർ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു. കൊച്ച് 2 ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് എന്നെ അടിച്ചു അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഓടി എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ചെവിയിൽ കൂടെ രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ആരാ നിന്നെ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ ജോലിക്കാരി എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ മോളെയും പിടിച്ചുകൊണ്ട് സിസ്റ്റർ അടുത്തോട്ട് ചെന്നു. സിസ്റ്റർ എൻ്റെ മോളെ എന്തിനാണ് ഉപദ്രവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാനല്ല നിന്റെ മോളെ അടിച്ചതെന്ന് സിസ്റ്റർ പറഞ്ഞു. 3 വിദ്യാർത്ഥിനികളും ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ജീവനക്കാരി ഷീല പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഇവരും പാറശാല ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥിനിയുടെ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് കേസെടുത്തു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ചൈൽഡ് ലൈനിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല. തെറ്റ് ചെയ്തവർ പലരും രക്ഷപ്പെട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് പോലും ശിക്ഷ കുറഞ്ഞുപോയി. ഇത് പൊതുസമൂഹത്തിൻ്റെ മാത്രം ചിന്തയല്ല, സർക്കാരും ഇക്കാര്യം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയാണ് കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. അപ്പീൽ ഫയൽ സ്വീകരിച്ച കോടതി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസും അയച്ചു. വിധിയിലെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുള്ള 300 പേജുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയുടെ നിർണായക നടപടി.
ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. വിചാരണ കോടതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് 300 പേജുള്ള അപ്പീലാണ് സമർപ്പിച്ചത്. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കണമെന്നും പൾസ് സുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയുടെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയുടെ നടപടി. വിചാരണ കോടതി വിധിയെ നിശിതമായി വിമർശിക്കുന്നതാണ് പ്രോസിക്യൂഷന്റെ അപ്പീൽ. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണെന്നും പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് യുക്തമായ സന്ദേശമായിരിക്കണമെന്നും ദിലീപ് ഉൾപ്പെടെ പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. വസ്തുതകളും നിയമപരമായ വശങ്ങളും പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും അപ്പീലിൽ പറയുന്നു. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികൾക്കും നോട്ടീസ് അയച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾക്ക് നെടുമ്പാശ്ശേരി SHO വഴിയാണ് നോട്ടീസ് നൽകിയത്. കേസിൽ 1-ാം പ്രതി പൾസ് സുനി അടക്കമുള്ള 6 പ്രതികൾക്ക് വിചാരണ കോടതി 20 വർഷം കഠിന തടവും വിവിധ കേസുകളിലായി പിഴശിക്ഷയും വിധിച്ചിരുന്നു. എന്നാൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് 7 മുതൽ 10 വരെ പ്രതികളെ വെറുതെ വിട്ടത്. 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതിയായിരുന്ന ദിലീപ്, 9-ാം പ്രതി മേസ്ത്രി സനൽ, 15-ാം പ്രതി ശരത് എന്നിവരെയാണ് വെറുതെ വിട്ടത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസ് സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്പീലിലുണ്ട്. നിലവിൽ വിയ്യൂർ ജയിലിലാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികൾ. ഇവർക്ക് വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേനയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. വിചാരണ കോടതി വിധി വന്ന് 77-ാം ദിവസമാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷാ കാലാവധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം 60 ദിവസത്തിനുള്ളിലായിരുന്നു ഉന്നയിക്കേണ്ടത്. വൈകിയാൽ എതിർകക്ഷികളെ കേട്ടതിനു ശേഷമേ സാധാരണ കോടതി തീരുമാനമെടുക്കാറുള്ളൂ. എന്നാൽ 17 ദിവസത്തെ കാലതാമസം കോടതി സ്വമേധയാ തീർപ്പാക്കി. അതേസമയം പ്രതികളെ വെറുതെ വിട്ടതിനെതിരായ അപ്പീൽ സമർപ്പിക്കാൻ 90 ദിവസത്തെ സമയമുണ്ട്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ 5-6 പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസാണിത്. 2017 ഫെബ്രുവരി 17-ന് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് നടി ആക്രമിക്കപ്പെട്ടത്. 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2025 ഡിസംബർ 8-നാണ് കേസിൽ വിധി വന്നത്. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസിനെ സമീപകാലത്ത് ഏറ്റവും വെട്ടിലാക്കിയത് യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. ലൈംഗിക പീഡന പരാതിയും കേസും അറസ്റ്റുമൊക്കെയായി പാർട്ടിക്ക് വലിയ നാണക്കേടാണ് അയാൾ ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസ് വീണ്ടും ചർച്ചകളിൽ സജീവമാക്കാനാകും ഇടതുപക്ഷത്തിൻ്റെ നീക്കം. അതിനിടെ 2ാമത്തെ പീഡന പരാതിയിൽ രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചു. കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിൻ്റെ പിറ്റേ ദിവസം ബംഗളൂരു സ്വദേശിയായ യുവതിയെ ഭയപ്പെടുത്താൻ രാഹുൽ ശ്രമിച്ചെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. രണ്ടാമത്തെ പീഡന പരാതി നൽകിയ ബംഗളൂരു സ്വദേശിനിയെ ഭീഷണിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശ്രമിച്ചെന്നാണ് ആരോപണം. പരാതിക്കാരിയെ ഭയപ്പെടുത്തി കേസിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു രാഹുലിന്റെ ലക്ഷ്യമെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടി രാഹുലിനെ ഭയന്നാണ് KPCC അധ്യക്ഷന് പരാതി നൽകിയത്. രാഹുൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് മാത്രമല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ ഫെബ്രുവരി 17-ന് രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തതായി യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്നാണ് ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയുമായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 കേസ് പരിഗണിക്കുന്നത്. ഇരയെ ബന്ധപ്പെടാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് കേസിൽ കോടതി ജാമ്യം നൽകിയിരുന്നതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകിയിരുന്ന 5ാമത്തെ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതി അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ഇത് കണക്കിലെടുത്ത് ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഷ്ട്രീയ നേതാക്കൾ പൊതുരംഗത്ത് മാത്രമല്ല വ്യക്തിജീവിതത്തിലും മാതൃക പുലർത്തേണ്ടവരാണ്. ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ
ചെറിയൊരു ആരോപണം മതി. മുൻ MLA ഷാനിമോൾ ഉസ്മാനെതിരായ ആരോപണം കോൺഗ്രസിന് പുതിയ തലവേദനയാകുകയാണ്. ഷാനിമോൾ കർണാടകയിൽ ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ഒരു കൂട്ടം പ്രവാസികൾ രംഗത്തെത്തി. മകളുടെ പേരിൽ ഫ്ളാറ്റ് വാങ്ങിയ ശേഷം മറ്റ് താമസക്കാരുടെ അപ്പാർട്ട്മെൻറ്റുകൾ കൂടി കയ്യേറിയെന്നാണ് ആരോപണം. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയെടുത്തില്ലെന്നും പ്രവാസി സംഘം ആക്ഷേപമുന്നയിക്കുന്നു. ഒരു സംഘം പ്രവാസികൾ വാർത്താ സമ്മേളനം നടത്തിയാണ് ഷാനിമോൾ ഉസ്മാനെതിരെ ആരോപണം ഉന്നയിച്ചത്. മകളുടെ പേരിൽ കർണാടകയിൽ ഫ്ളാറ്റ് വാങ്ങിയ ശേഷം മറ്റ് താമസക്കാരുടെ അപ്പാർട്ട്മെന്റുകൾ കൂടി കയ്യേറിയെന്നാണ് ആരോപണം. 20 മുറികൾ എടുത്ത ശേഷം മറ്റ് ഫ്ളാറ്റുകൾ കയ്യേറിയെന്നും അവകാശികളെ ഭീഷണിപ്പെടുത്തി ഒഴിപ്പിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. KC വേണുഗോപാലിനും VD സതീശനും പരാതി നൽകിയിരുന്നതായും ഇവർ പറയുന്നു. ടോട്ടൽ സമുച്ചയത്തിൽ ആകെയുള്ളത് 235 സർവീസ്